ബിരിയാണി അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിഷയം മാതാപിതാക്കളുടെ കടമ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആലയുടെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അല്ലാഹു തആല മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അല്ലാഹു തആലയുടെ അടിമകളായ നമുക്ക് അല്ലാഹുവിന്റെ ഒരു കാരണമുണ്ട്. അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിലൂടെ അവന്റെ വാപ്പയുടെ അണ്ടവും അതുപോലെ തന്നെ മാതാവിന്റെ ബീജവുമെല്ലാം മാതാവിന്റെ ഗർഭാശയത്തിൽ 10 മാസവും അതുപോലെ തന്നെ ഒരുപാട് ദിവസങ്ങളും നമ്മുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിൽക്കുകയും അനേതിന്മാരും ബഹുമാനപ്പെട്ട ഉമ്മ എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനം ഉണ്ടായത് കൊണ്ടാണ് നാമെല്ലാം ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ കാരണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാം ഏവരും ഈ കാലഘട്ടത്തിൽ യാതൊരു യുഗത്തിൽ താമസിക്കുന്ന നമ്മൾ ഒരുപാട് നമ്മുടെ പ്രദേശങ്ങളിലൂടെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കണ്ണോടിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഒരുപാട് മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന, മാതാപിതാക്കളെ മുഖത്തടിക്കുന്ന നെഞ്ചത്തേക്ക് അമ്മിനെ പാർക്കുന്ന ആ മാതാവിനെ മുഖത്തടിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തോടെ ഈ വിഷയവുമായി സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ കേട്ടതായിരിക്കാം. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മക്ക ശരീഫിന്റെ കഅബ ശരീഫിന്റെ ചാരത്ത് ഹജ്ജ് വേളയിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആലയോട് ബഹുമാനപ്പെട്ട സൂഫി വര്യനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഈ വർഷം നിന്റെ ഹജ്ജ് ചെയ്തവരിൽ ആരുടെ ഹജ്ജെല്ലാം നീ സ്വീകരിച്ചുവോ ആരുടെ ഹജ്ജെല്ലാം നീ സ്വീകരിച്ചില്ല എന്നെനിക്ക് നീ അറിയിപ്പിച്ചു തരണമേ എന്ന് ബഹുമാനപ്പെട്ട സൂഫി വര്യനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നിദ്രയിൽ ആണ്ടുകൊണ്ട് കിടന്നപ്പോൾ അല്ലാഹു തആല സ്വപ്നം കാണിക്കുന്നു. ബൽക്കാദേശക്കാരനായ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ ഹജ്ജല്ലാത്ത എല്ലാവരുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. മാലിക് ബിൻ ദീനാർ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. പ്രഭാതത്തിൽ ഓരോ സംഘം ആളുകളുടെ അടുക്കൽ ചെന്നുകൊണ്ടും ആരാണ് ബൽക്കാദേശക്കാരെങ്കിലുണ്ടോ, ഈ കൂട്ടത്തിൽ ബൽക്കാദേശക്കാരെങ്കിലും ഇവിടെയുണ്ടോ? ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു തന്റെ വിഷയം ജനങ്ങളോട് ചോദിച്ചപ്പോൾ ഏതോ ഒരു സംഘത്തിലെ ആളുകൾ പറയുന്നു, ഞാൻ ബൽക്കാദേശക്കാരനാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ബൽക്കാദേശക്കാരാ, നിന്റെ നാട്ടിൽ മാതാവിനെ ദ്രോഹിച്ച വല്ല ആളുകളുമുണ്ടോ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ആ ബൽക്കാദേശക്കാരൻ പറയുന്നു, എന്റെ നാട്ടിൽ മുഹമ്മദ് ബിൻ ഹാറൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം മഹാതമ്മാടിയായിരുന്നു. അദ്ദേഹം കണ്ടുകൂടിയതും ആ നാട്ടിലെ ഏറ്റവും വലിയ ഫസാദുകാരനുമായിരുന്നു. അദ്ദേഹം മത്തടിച്ച് കണ്ടുപിടിച്ച് തന്നെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയെ റൂമിൽ അടക്കുകയും ആ ഉമ്മയെ റൂമിൽ കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹാറൂൻ എന്ന് പറയുന്ന ആ അദ്ദേഹം അവസാന ഘട്ടത്തിൽ സൂഫി വര്യനായി അദ്ദേഹം ആദ്യത്തെ ഉമ്മയെ റൂമിൽ അടക്കുകയും ഉമ്മയോട് കൂടി തീയിടുകയും ചെയ്തു. അങ്ങനെ തന്റെ ഉമ്മ സ്വന്തം തന്നെ പ്രസവിച്ച ഉമ്മ എല്ലൊരുക്കുന്നത് കണ്ട പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധക്ഷയം തിരിച്ചു കിട്ടുകയും അദ്ദേഹം തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താൻ തീ കൊളുത്തിയ